إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم وإياي أولا بتقوى الله فاتقوا الله عباد الله وكونوا عباد الله إخوانا പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു താല്പര്യമുണ്ട്. അത് അല്ലാഹു തന്നെ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അല്ലാഹു പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യനെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെയും ജിന്നിനെ സൃഷ്ടിച്ചതിൻ്റെയും ലക്ഷ്യമായി കൊണ്ട് അല്ലാഹു പറഞ്ഞത് അവനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, അഥവാ തൗഹീദാണ്. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ വേറെ ആരെയും ഇബാദത്തുകളിൽ പങ്കു ചേർക്കാതിരിക്കുക എന്ന മഹത്തായ തൗഹീദിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരെയും അല്ലാഹു പടച്ചത്. സഹോദരങ്ങളെ, എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. തൗഹീദ് അത് 3 ഇനങ്ങളാണ്. എന്താണ് ആ 3 ഇനങ്ങൾ എന്ന് ചോദിച്ചാൽ പലർക്കും അത് പറയാൻ പ്രയാസമുണ്ടാകും. അവർ അത് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, തൗഹീദിൻ്റെ ഒന്നാമത്തെ ഇനം അത് തൗഹീദുർ റുബൂബിയ്യയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് സൃഷ്ടാവ്, അവനാണ് ഉപജീവനം നൽകുന്നവൻ, അവനാണ് നാം ഓരോ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം, അതാണ് തൗഹീദുർ റുബൂബിയ്യ. അഥവാ അല്ലാഹുവിന് പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അടിമ അല്ലാഹുവിനെ ഏകനാക്കലാണ്. അതിൽ യാതൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. അങ്ങനെ ഒരുവൻ പങ്കു ചേർത്താൽ എനിക്ക് എൻ്റെ സൃഷ്ടാവ് അല്ലാഹുവല്ല, എനിക്ക് ഉപജീവനം നൽകുന്നത് അല്ലാഹുവല്ല, ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവല്ല, വേറെ എവിടെയോ കിടക്കുന്ന വലിയകളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഒരുവന്റെ തൗഹീദ് അത് പൊളിച്ചു കളയുന്നതാണ്. അവന് തൗഹീദുർ റുബൂബിയ്യയിൽ ശിർക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ വേറെ ഒരാൾക്കും ഇബാദത്തുകൾ നൽകാൻ പാടില്ല എന്നുള്ള വിശ്വാസം. സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ നമുക്കൊരു ആരാധ്യനില്ല. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ, നമുക്ക് ഭരമേൽപ്പിക്കാൻ, നമുക്ക് ഭയപ്പെടാൻ, നമുക്ക് പ്രതീക്ഷകൾ അർപ്പിക്കാൻ അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല. ഒരു ഖബറാളിയുമില്ല, ഒരു വലിയുമില്ല, ഒരു പുണ്യ ആളുമില്ല. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ, അല്ലാഹുവിനോടല്ലാതെ
അവന്റെ ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. ഖബറിൽ കിടക്കുന്നവരോട്, മരിച്ചുപോയവരോട് ഒന്ന് സംസാരിക്കാൻ പോയി, ഒന്ന് കണ്ണു തുറക്കാൻ, സ്വയമായി ഒന്ന് കണ്ണു തുറക്കാൻ പോലും കഴിവില്ലാത്ത സൃഷ്ടികളോടാണ് നമ്മളിൽ നിന്ന് പലരും ചോദിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? അതുപോലെ തന്നെ അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞില്ലേ? ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ വഹ്ദഹു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. പറയുക, കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ ആരാധിക്കുക. അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും വേണ്ടി മാത്രം, അതിൽ യാതൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. അതിൽ ഏത് ഇബാദത്തിന്റെ ഏത് ഇനങ്ങളുണ്ടോ, ഇബാദത്താണോ അത് അല്ലാഹുവിന് മാത്രം, അതിൽ യാതൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഇനം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ധാരാളം നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുസുന്നത്തിലൂടെയും അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അതേപടി വിശ്വസിക്കുക, അത് ഉപമിക്കരുത്, അത് നിഷേധിക്കരുത്, അതിന്റെ രൂപം പറയരുത്. എന്താണോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, അത് അതേപടി വിശ്വസിക്കുക, അത് അതേപടി വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒന്നുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിശേഷണങ്ങൾ, ഇസ്മുകൾ, നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ഹുസ്നയായ, നല്ലതായ, നല്ല ഗുണവിശേഷണങ്ങളുണ്ട് അല്ലാഹുവിന്, നല്ല നാമങ്ങളുണ്ട് അല്ലാഹുവിന്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് തേടുക. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ പേരുകളിൽ കൃത്രിമത്വം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുകയും അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർ വഴിയെ മനസ്സിലാക്കുന്നതുമാണ്, വഴിയെ അറിയുന്നതുമാണ്. സഹോദരങ്ങളെ, ഇതാണ് തൗഹീദിന്റെ 3 ഇനം. ഇതാണ് തൗഹീദിന്റെ 3 ഇനം. ഒന്നാമത്തേത്, അത് അടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കുക, അവന് പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കുക എന്നുള്ളതാണ് തൗഹീദുർ റുബൂബിയ്യ. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, അഥവാ അടിമകൾ ചെയ്യുന്ന, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഇബാദത്തുകൾ, അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. മൂന്നാമത്തേത് അവന്റെ നാമഗുണവിശേഷണങ്ങളിൽ അത് തംസീൽ ചെയ്യാതെ, ഉപമിക്കാതെ, അതിൻ്റെ രൂപം പറയാതെ, അതിനെ നിഷേധിക്കാതെ അതേപടി വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാം അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على من لا نبي بعده وأصلي وأسلم على خاتم الأنبياء والمرسلين. സഹോദരങ്ങളെ, നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൗഹീദിൻ്റെ 3 ഇനങ്ങളെ പറ്റിയാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നമ്മുടെ ഇബാദത്തുകൾ, നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് മാത്രമാണ്, നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് നൽകേണ്ടത്, അള്ളാഹു അല്ലാത്തവർക്ക് നൽകരുത് എന്നുള്ള കാര്യമാണ് നാം പറഞ്ഞത്. ഇതിന് നേരെ വിപരീതമായ കാര്യമാണ് ശിർക്ക് എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവൻ ശിർക്ക് പുറത്തു കൊടുക്കുന്നതല്ല, അവൻ ശിർക്ക് നിങ്ങൾക്ക് മാപ്പാക്കി തരുന്നതല്ല, നിങ്ങൾ തൗബ ചെയ്താൽ ഒഴികെ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ, ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ശിർക്കിന്റെ ഗൗരവമാണിത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കണ്ണ് നൽകിയില്ലേ? നിങ്ങൾക്ക് കൈകൾ നൽകിയില്ലേ? നിങ്ങൾക്ക് നടക്കാനുള്ള കാലുകൾ നൽകിയില്ലേ? ആ കണ്ണൊന്ന് ഇരുന്നിടത്ത് നിന്നൊന്ന് വേറൊരു സ്ഥലത്താണ് നമുക്ക് കണ്ണുണ്ടായിരുന്നതെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുമോ? നമുക്ക് മര്യാദക്ക് കാണാൻ സാധിക്കുമോ? ആ കൈയൊന്ന് നമുക്ക് വിരലുകളില്ലായിരുന്നെങ്കിൽ നമുക്ക് പിടിക്കാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിൽ നിന്ന് ധിക്കരിക്കാൻ പാടില്ല. അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവൻ അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നതായി കാണാം, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്ക് ദുആ ചെയ്യുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്ക് ബലിയറക്കുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്ക് സഹായം തേടുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ അപരാധികൾ പറയുകയാണെങ്കിൽ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. സ്വർഗം ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ സാധിക്കാത്ത, ഹൃദയത്തിൽ ഒന്ന് കൊണ്ടുവരാൻ പോലും സാധിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങൾക്ക് നൽകുന്ന സുഖങ്ങളുടെ ലോകം, വ്യസനമില്ല, സങ്കടമില്ല, അട്ടഹാസങ്ങളില്ല, സന്തോഷം മാത്രം, നല്ലത് മാത്രമേ ഉള്ള ആ സ്വർഗമാണ് നിനക്ക് നിഷിദ്ധമാകുന്നത്. നീ എന്ത് ചെയ്തതിന്റെ പേരിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്തതിന്റെ പേരിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്തതിന്റെ പേരിലാണ് നിനക്ക് ഈ സ്വർഗലോകം നഷ്ടമാകുന്നതെന്ന് നീ ചിന്തിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിർക്കിനെ പറ്റി നമ്മളോട് പറഞ്ഞത് കാണാം, ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും ഈ ശിർക്ക് അത് വലിയ അക്രമമാണ്. അതിലും വലിയ അക്രമമില്ല. സഹോദരങ്ങളെ, നമ്മൾ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചാൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്? അവർ പറയും കൊലപാതകമാണ്, അല്ലെങ്കിൽ വ്യഭിചാരമാണെന്ന് പറയും. സഹോദരങ്ങളെ, അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുകാരെ ചേർക്കലാണ് ഏറ്റവും വലിയ തിന്മ. അത് കഴിഞ്ഞിട്ടേ ഈ തിന്മകളെല്ലാം വരള്ളൂ. കൊലപാതകം വരെ, വ്യഭിചാരം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്ത ആ തിന്മക്ക് അടിയിലേ വരുള്ളൂ. സഹോദരങ്ങളെ ചിന്തിക്കുക. ഒരിക്കലും നമ്മൾ ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ചെയ്താൽ ദുനിയാവിൽ നമുക്ക് നിർഭയത്വം നഷ്ടപ്പെടും. നാളെ പരലോകത്ത് നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെടും. നാളെ നരകത്തിൽ ശാശ്വതനാകേണ്ടി വരും. ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും തൗഹീദിലായി മരിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام عليكم ورحمة الله وبركاته.